ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാൾ നേരത്തെ ആട്ടോ വന്നത്. വേറെ ആരുമല്ല, നമ്മുടെ മഴ തന്നെ. നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകർ എല്ലായിടത്തും മഴയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേയ്സ് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ എഴുന്നേറ്റത് 9:30-ക്കാണ്. ബിക്കോസ് നല്ല തണുപ്പായതുകൊണ്ട് അങ്ങ് മൂടി പൊത്തിച്ച് കിടന്നു. അത് എൻ്റെ മാത്രം ഒരു സ്വഭാവമായിട്ട് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ നല്ല മഴ പെയ്യുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളിങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ മൊബൈലും പിടിച്ച് വീട് ചുറ്റും ഇങ്ങനെ നടക്കും. അതെല്ലാം എൻ്റെ വീട്ടുകാർ കാണുന്നുണ്ട്. അപ്പം ഇവളെന്തോ ഈ കാണിക്കുന്നതെന്ന് അവർ ഇങ്ങനെ നോക്കുന്നത്. ആൻഡ് ഓൾസോ അലൗ ടു എൻജോയ് ദ റെയിനി വ്യൂസ്. എനിക്കെന്താണെന്നറിയത്തില്ല, ഇങ്ങനെ മഴ പെയ്താൽ വെറുതെ ജനലിൻ്റെ പുറത്ത് പോയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. അത് എന്നെപ്പോലെ കുറേ പേർക്കും അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് റെയിനി സീസൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വൈബാണ്. എൻ്റെ ഉമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മഴക്കാലം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടോ ഈ കൊച്ചെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതിന് മാത്രം എന്താ സംഭവം? ബട്ട് ഇറ്റ്സ് കോൾഡ് ആസ്വദിക്കൽ ഗൈസ്. ദിസ് ഈസ് ആസ്വദിക്കൽ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് ഐ ലവ്. അപ്പോൾ പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്ന് നോക്കി ഈ സമയം കളയുന്നതിനേക്കാൾ ഭേദം എന്തെങ്കിലും ഇച്ചിരി പഠിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ ഞാൻ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ചാപ്റ്ററൊന്നും മൊത്തം പഠിച്ചില്ല, എൻ്റെ കുറച്ച് പാർട്ടേ പഠിച്ചിട്ടുള്ളൂ. നല്ല ക്ലാസ്സായിരുന്നു. ഞാൻ ബ്രില്യൻ്റിലെ ഒരു ക്ലാസ്സാണ് കണ്ടത്. ഇറ്റ്സ് ടു സോ ഗുഡ് ആൻഡ് ഐ ലവ് ദാറ്റ്. പിന്നെ എൻ്റെ മാതാജി വന്നിട്ട് രാവിലെ നല്ല ചൂട് പുട്ടും കറിയും കൊണ്ട് തന്നിട്ടോ. പിന്നെ ടി വിയും കണ്ട് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മി പറഞ്ഞു മുറ്റം പോയി ഇല വൃത്തിയാക്കാൻ. മഴയില്ലായിരുന്നു കേട്ടോ. മഴ തോർന്നു കഴിഞ്ഞിട്ട് പിന്നെ മുറ്റം ഇങ്ങനെ ഇലകൾ കുറച്ച് വീണ് ഫുൾ സീനായിരുന്നു. അപ്പം ഞാൻ ഫുൾ വൃത്തിയാക്കി. നിങ്ങൾ വിചാരിക്കും ഞാനത് ഇങ്ങനെ പിടിക്കുന്നത്, ഭയങ്കര ഭാരമായിരുന്നു ഗൈസ്. എന്ന് വെച്ചാൽ ഇപ്പം മഴ നനഞ്ഞ ഇലകളൊക്കെ ഭയങ്കര ഭാരമായിരുന്നു. അപ്പം നന്നായിട്ട് ഭാരമായതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയത്. ഇതിപ്പോൾ കണ്ട് എൻ്റെ സിസ്റ്ററാട്ടോ. ആള് ചേമ്പിലേയും പിടിച്ച് നടക്കുക. എനിക്കറിയത്തില്ല, അവൾ 90s ഒരു വൈബ് എടുക്കാൻ ശ്രമിച്ചതാണ്. പിന്നെ ഞാൻ നല്ല തണുപ്പത്ത് കുളിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും തകർത്തിത്തയായിട്ട് മഴ പെയ്യുന്നതാണ്. നല്ല വൈബായിട്ടോ. ഇങ്ങനെ കാർമികമൊന്ന് മൂടി നല്ല രസമായിരുന്നു കാണാൻ. വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു സൈക്കോ ആണ്, തണുപ്പത്ത് എങ്ങനെ കുളിക്കാൻ തോന്നും. ബട്ട് ഐ ലവ് ദാറ്റ്. നല്ല രസമായിരുന്നു. പിന്നെ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് സെറ്റായി. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.